സോ നമ്മളുടെ ഈ മൂന്നെണ്ണമാണ് നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. നമുക്ക് ടോട്ടലി 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണുള്ളത്. അതിനകത്ത് ഈ 3 എണ്ണം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 3 എണ്ണം വളരെ എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ എളുപ്പം വഴി എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആദ്യം നോക്കണം. അപ്പം ദിസ് ഈസ് ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രിഗ്നോമെട്രിക് റേഷ്യോ. ഇനി നമുക്ക് ഫോർത്ത് വൺ നോക്കാം. ആൻഡ് ഇതിൻ്റെ എല്ലാം നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. PDF ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ യു നോ നീഡ് ടു റൈറ്റ് ഇറ്റ് ഇപ്പം. യു ജസ്റ്റ് ഹാവ് ടു ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇനി നമ്മളുടെ ഫോർത്ത് ട്രിഗ്നോമെട്രിക് റേഷ്യോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫോർത്ത് വൺ ഇസ് നൺ അതർ ദാൻ cosecant of angle A, which is defined as hypotenuse divided by side opposite to angle A. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ഹൈപ്പോടെന്യൂസ് AC ഡിവൈഡഡ് ബൈ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ BC. സോ ഈ ഫോർമുല കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള നേരത്തെ ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോയിൽ കണ്ടല്ലോ. ശരിയാണ്. നമ്മൾ സൈൻ ഓഫ് ആംഗിൾ എയുടെ ഫോർമുല എന്തായിരുന്നു? സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. ഇതിനകത്ത് വന്നപ്പം ഹൈപ്പോടെന്യൂസ് മണ്ടയിലും സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ താഴെയും വന്നു. എന്ന് വെച്ചാൽ നേരെ തിരിഞ്ഞ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററുമായി, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററുമായി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ കൊസീക്കൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് സൈനിൻ്റെ ഇൻവേഴ്സാണ്. ഇൻവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം x = 1/y എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ, ഓക്കെ, x = 1/y എന്ന് നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് x ഇസ് ദ ഇൻവേഴ്സ് ഓഫ് y അല്ലെങ്കിൽ y ഇസ് ദ ഇൻവേഴ്സ് ഓഫ് x. ബോത്ത് വേ റൗണ്ട് സെയിം അർത്ഥം വരുന്നത്. അങ്ങനെ തന്നെ ഇവിടെ നമുക്ക് ഞാൻ എഴുതും കൊസീക് ഓഫ് A = 1/sin A എന്ന്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈൻ എയുടെ ഫോർമുല എന്താണെന്ന് അറിയാം. 1 ഡിവൈഡഡ് ബൈ സൈഡ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്കിത് കിട്ടും ഹൈപ്പോടെന്യൂസ്. ഇത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. സോ നമുക്ക് ഇത് കൊസീക്കൻറ്റ് ഓഫ് എയുടെ ഇൻവേഴ്സ് ആണ് സൈൻ എന്ന് പറയാൻ പറ്റും. അത് ആ ഫോർമുലാസിലോട്ട് നമുക്ക് പിന്നെ വരാം. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഫോർമുലാസ് തന്നെ ഞാൻ എഴുതിപ്പിക്കാം. കൊസീക്കൻറ്റ് ഓഫ് എന് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് കൊസീക് എ എന്നാണ്. കൊസീക് എ. അപ്പം ദിസ് വാസ് ദ ഫോർത്ത് വൺ. ഇനി ഫിഫ്ത്ത് വൺ, സീക്കൻറ്റ് ഓഫ് ആംഗിൾ എ. ഇതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൊസൈൻ ഓഫ് ആംഗിൾ എ സിമിലർ ആണ്. ഹൈപ്പോടെന്യൂസ് ഡിവൈഡഡ് ബൈ സൈഡ് ഓപ്പോസിറ്റിന് പകരം സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എ. ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് സീക്ക് എ എന്നാണ്. ആൻഡ് ഓൾസോ ഹൈപ്പോടെന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? AC ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ AB. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് വൺ ആണ് കോടാൻജൻറ്റ് ഓഫ് ആംഗിൾ A ഈക്വൽ ടു, ഇതിനകത്ത് വരുമ്പം സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ സൈഡ് ഓപ്പോസിറ്റ് എന്നാണ് വരുന്നത്. എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് മാത്തമാറ്റീഷ്യൻസ് ഒക്കെ. അപ്പം അഡ്ജസൻറ്റ് ടു ആംഗിൾ എ ഏത് സൈഡാണുള്ളത്? AB. ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC. ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് കോട്ട് A എന്നാണ്. അപ്പം ഇവിടെ കൊണ്ട് നമ്മളുടെ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് തീരുവാണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇത് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് ഷോർട്ട് ഫോംസ് ശ്രദ്ധിക്കണം. കൂടാതെ വേറൊരു
കാര്യം കൂടി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. സൈൻ എ എന്ന് ഞാൻ എഴുതുമല്ലോ, അല്ലെങ്കിൽ കോസ് എ എന്ന് എഴുതുമല്ലോ. ഇതിന്റെ അർത്ഥം ഇതല്ലാക്കി this is not equal to sin multiplied by a or this is not equal to cos multiplied by a. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ഓർക്കല്ലേ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണല്ലോ, ആംഗിളിന്റെ പേരാണ്. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സൈൻ എ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ സൈൻ ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുക്കാന്ന്, സൈൻ ഓഫ് എ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ എഴുതുന്നത് നോർമലി സൈൻ എ എന്നേ നമ്മൾ എഴുതത്തുള്ളൂ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ആരും ഓർക്കല്ല. ദെൻ നെക്സ്റ്റ് തിങ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഈ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസും നമ്മൾ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്ന. ഈ 6 എണ്ണം ഓർക്കാനായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം മെയിൻലി പഠിച്ചാൽ മതി. നിങ്ങൾ സൈൻ ഓഫ് എ പഠിക്കണം, കൂടാതെ ഈ 6 എണ്ണത്തിന്റെ ഓർഡർ എന്താണെന്ന് പഠിക്കണം. സൈൻ ഓഫ് എ എന്താ നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് of angle A divided by hypotenuse. ഞാൻ divided by ഇങ്ങനെ എഴുതുകയാണ്, divided by hypotenuse. ഇനി cos A വരുമ്പോൾ എന്താകും, ഈ ഓപ്പോസിറ്റ് സൈഡ് മാറിയിട്ട് അടുത്ത സൈഡ് എടുക്കണം, അല്ലെങ്കിൽ സെയിം ആവത്തില്ല. അപ്പൊ അടുത്ത സൈഡ് എടുക്കും നമ്മൾ. adjacent side of angle A divided by hypotenuse. ഇനി നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി യൂസ് ചെയ്യാൻ പോകുന്നതാണ്. ടാൻ എ എന്താണെന്ന്. ടാൻ എ ഈക്വൽ ടു സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുല ആണ്. സോ നമുക്ക് ഇവിടെ ടാൻ എ, ഈ ഫോർമുല അനുസരിച്ച് ദിസ് ഇസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യണം. രണ്ടിടത്തും ഹൈപ്പോടെന്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹൈപ്പോടെന്യൂസ് ക്യാൻസൽ ആയി പോകുമല്ലോ. ബാക്കി എന്താ കിടക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent side of angle A. അപ്പം ടാനിന്റെ ഫോർമുല നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി വന്നു. ഈ 3 എണ്ണം എങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഡയറക്റ്റ് ഫോർമുലാസ് വന്നെന്ന് മനസ്സിലായി. നിങ്ങൾ ആദ്യത്തേത് എന്തായാലും പഠിക്കണം, സൈൻ എയുടെ ഫോർമുല നിങ്ങൾ പഠിക്കണം. അത് കഴിയുമ്പം കോസ് എ വരുന്നത് ഈ സൈൻ എന്ന് കുറച്ച് ഡിഫറൻസ്, ഓപ്പോസിറ്റ് സൈഡ് മാറിയിട്ട് അഡ്ജസെന്റ് സൈഡ് എന്നുള്ള കൺസെപ്റ്റ് വരും. അപ്പൊ അത് സെയിം, ബാക്കി സെയിം തന്നെ, പക്ഷെ ഇവിടെ അഡ്ജസെന്റ് സൈഡ് വരും. അതൊക്കെ ടാൻ എ ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ടാൻ എ ഈക്വൽ ടു സൈൻ എ ബൈ കോസ് എ, ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതും കട്ടായിട്ട് ഇത് രണ്ടും ഇങ്ങനെ വരും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരും. ഇനി ബാക്കി 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതായത് കൊസീക് എ, സീക് എ, കോട്ട് എ, ഈ ബാക്കി 3 എണ്ണവും ഈ 3 എണ്ണത്തിന്റെ ഇൻവേഴ്സാണ്. സൈനിന്റെ കൊസീക്കിന്റെ ഇൻവേഴ്സ് സൈന്, സീക്കിന്റെ ഇൻവേഴ്സ് കോസ്, കോട്ടിന്റെ ഇൻവേഴ്സ് ടാൻ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ സൈന്, ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ്, ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ ടാൻ എ. ഈ 3 ഫോർമുലാസും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഈ 3 ഫോർമുലാസും പഠിച്ചിരിക്കണം. പിന്നെ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ cot A equal to cos A divided by sin A. ഇത് ശരിയല്ലേ? കോട്ട് ടാനിന്റെ ഇൻവേഴ്സാ. അപ്പം നേരെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തിരിച്ചാൽ പോരെ. അപ്പം ഇതിങ്ങനെ നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടും. ഈ ഫോർമുലാസ് ചെയ്ത് നമുക്ക് കൊസീക്കിന്റെയും സീക്കിന്റെയും കോട്ടിന്റെയും ഒക്കെ ശരിക്കുള്ള ഫോർമുലയും കണ്ടുപിടിക്കാമല്ലോ. 1 ബൈ സൈൻ എ ആണ് കൊസീക്ക്. സൈൻ എ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പം 1 ബൈ സൈൻ എ എന്താകും, ഹൈപ്പോടെന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ. ഹൈപ്പോടെന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ. ഇതെന്താകും, നേരെ തിരിയണം. ഇത് കോസിന്റെ ഇൻവേഴ്സ് അല്ലേ, അപ്പൊ ഇതെന്താകും, ഹൈപ്പോടെന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ആകും. ഇതെന്താകും, ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത് അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ആകും.
ഇങ്ങനെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് വെച്ചാൽ നിങ്ങൾക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസും കാണാപ്പാഠം പഠിക്കാം. സോ ഇന്നത്തേക്ക് നമ്മൾ ഇത്രയും പഠിപ്പിക്കുന്നുള്ളൂ. കാരണം ഈ ഫോർമുലാസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാതെ നമുക്ക് മുമ്പോട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നാളെ നമ്മൾ പ്രോബ്ലംസും കുറച്ച് റിസൾട്ട്സും ഒക്കെ പ്രൂവ് ചെയ്യും. അതിനൊക്കെ ഇത് ആവശ്യമുണ്ട്. സോ പ്ലീസ് 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 ഇന്ന് തന്നെ നിങ്ങളിത് എഴുതി വായിച്ച് പഠിക്കണം ഈ ഫോർമുലാസ്. നാളെ വൈകുന്നേരത്തേക്ക് ഈ ഫോർമുലാസ് നന്നായിട്ട് കാണാപ്പാടാക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.